കൊതിയൂറും വിഭവങ്ങളാണ് എൻ്റെ കേരളം പ്രദർശന നഗരിയിൽ എത്തുന്നവരെ കാത്തിരിക്കുന്നത്. കോഴിക്കോടിലെ തനത് രുചി പെരുമയാണ് കുടുംബശ്രീ പ്രവർത്തകരും ഫിഷറീസ് വകുപ്പിന് കീഴിലുള്ള പാചക വിദഗ്ധരും ചേർന്ന് പൊതുജനങ്ങൾക്കായി ഒരുക്കുന്നത്. കുടുംബശ്രീ ജില്ലാ മിഷൻ 5 സ്റ്റാളിലും തീരമൈത്രി 1 സ്റ്റാളിലുമായാണ് ബീച്ചിലെ ഫുഡ് കോർട്ടിൽ രുചിയുടെ വിസ്മയം തീർക്കുന്നത്. ഫുഡ് കോർട്ടിൽ നിന്നും റിയാസ് KMR തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. ഒരു കോംബോ ഓഫറാണ് ഉള്ളത്. കരിഞ്ചീര ചിക്കൻ്റെ കോംബോ, ചിക്കൻ പൊട്ടിത്തെറിച്ചയുടെ കോംബോ, അതിൽ 2 ചപ്പാത്തി വരുന്നുണ്ട്, 2 നൈസ് പത്തിരി വരുന്നുണ്ട്, ഒരു ബട്ടൂര വരുന്നുണ്ട്, സലാഡ് വരുന്നുണ്ട്, മയോണൈസ് വരുന്നുണ്ട്, സാലന വരുന്നുണ്ട്. കോംബോ ഓഫർ കേട്ട് വന്നതാണ് കുടുംബശ്രീയുടെ ഹാളിലേക്ക്, ഫുഡ് കോർട്ടിലേക്ക്. എൻ്റെ കേരളം പ്രദർശനത്തിൻ്റെ ഭാഗമായി കോഴിക്കോട് ബീച്ചിൽ നടക്കുന്ന ഈ പ്രദർശന നഗരിയിലെ ഫുഡ് കോർട്ടിൽ രുചിയേറിയ വ്യത്യസ്തങ്ങളായ വിഭവങ്ങളാണ്. കുടുംബശ്രീയുടെ 5 സ്റ്റാളുകളുണ്ട്. ഇവിടെ പലരും തിരക്കിലാണ്. അതുപോലെ രുചികരമായ വിഭവങ്ങൾ, ഉന്നക്കായും പഴംപൊരിയും മുളക് ബജിയും മുട്ടക്കബാബും പഴം നിറച്ചതും ഒക്കെയായി, ഒപ്പം തന്നെ ചിക്കൻ വിഭവങ്ങളെല്ലാം തന്നെയുണ്ട്. കുടുംബശ്രീ പ്രവർത്തകരാണ് ഇവരെല്ലാവരും തന്നെ. ഈ 5 സ്റ്റാളുകളും നിയന്ത്രിക്കുന്ന ഒരു കുടുംബശ്രീ പ്രവർത്തകയുണ്ട്, കോഴിക്കോടുകാരിയായ കുടുംബശ്രീ പ്രവർത്തകയാണ്. അവരോട് തന്നെ ചോദിക്കാം നമുക്ക്. ഈ പ്രധാനമായും ഈ എത്ര സ്റ്റാളുകളാണ്, അതുപോലെ എങ്ങനെയുണ്ട്, ആളുകളൊക്കെ വന്ന് പോകുന്നു, രുചി ആസ്വദിച്ചുകൊണ്ട് പോകുന്നു, എങ്ങനെയാണ് ഇതിനെ വിലയിരുത്തുന്നത്? ഇവിടെ കുടുംബശ്രീൻ്റെ മൊത്തം 5 സ്റ്റാളുകളാണെന്നുള്ളത്. പിന്നെ ഫിഷറീസിൻ്റെ 2 സ്റ്റാളുകളാണുള്ളത്. നമുക്കിപ്പോൾ കുടുംബശ്രീൻ്റെ സ്റ്റാൾ എന്ന് പറയുമ്പോൾ ഒരു മായം ചേർക്കാത്ത ഭക്ഷണങ്ങളാണ് എല്ലാവരും ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ കുടുംബശ്രീൻ്റെ സ്റ്റാളുകളിൽ നിന്ന് ഫുഡ് കഴിക്കുന്നവർ ഒരു ദിവസം വന്നവർ തന്നെ വീണ്ടും വീണ്ടും വരുന്നുണ്ട് ഫുഡ് കഴിക്കാൻ. പിന്നെ കോഴിക്കോടിൻ്റെ വെറൈറ്റി പലഹാരങ്ങളാണ് നമ്മൾ ചെയ്യുന്നത്. പിന്നെ കോംബോ ഓഫറുകളുണ്ട്. കുഞ്ഞിത്തലയാണെന്ന് പറഞ്ഞാൽ ഞങ്ങളൊരു സ്പെഷ്യൽ വിഭവമുണ്ട്. അയിലിൻ്റെ കൂടെ ഒരു ഓഫർ വരുന്നുണ്ട്. കുഞ്ഞിത്തലാണൻ്റെ കൂടെ ബട്ടൂര വരും, ചപ്പാത്തി വരും, പത്തിരി വരും. അത് കുഞ്ഞിത്തലാണെന്ന് അറിയുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ഒരു ഫുൾ കാടക്കോഴി വരും, ഒരു കാട മസാല വരും, ഒരു കാടമുട്ട വരും, ഒരു ചപ്പാത്തി വരും. എല്ലാം കൂടെ സ്റ്റീം ചെയ്ത് ചുട്ടെടുക്കുന്നതാണ്. പിന്നെ മെയിൻ വിഭവങ്ങൾ എന്ന് പറഞ്ഞാൽ ഇറച്ചിപ്പത്തിരി, മീൻ പത്തിരി, ചെമ്മീൻ പത്തിരി, അങ്ങനെ ഒരുപാട് വെറൈറ്റി സ്നാക്സുകളും കോഴിക്കോട് വിഭവങ്ങളിലുണ്ട്. കസ്റ്റമേഴ്സ് എന്ന് പറഞ്ഞാൽ കുഴപ്പമില്ലാത്ത രീതിയിൽ സെയിലുകളും കാര്യങ്ങളും ഉണ്ട്, അങ്ങനെ പോകുന്നുണ്ട്. കുടുംബശ്രീ എന്ന് പറയുന്നത് ഉടനീളം കേരളത്തിലുള്ള സംരംഭങ്ങളാണല്ലോ. ഇപ്പോൾ കുടുംബശ്രീയാണ് ഒന്നിനെ മുന്നേറിക്കൊണ്ടിരിക്കുന്നത് നമ്മളെ കോഴിക്കോട്. ഈ കോഴിക്കോടിനെ സംബന്ധിച്ച് പറയുമ്പോൾ കോഴിക്കോടിനെ എല്ലാ മലയാളികളും കാണുന്നത് രുചിയുടെ പെരുമ നിലനിൽക്കുന്ന സ്ഥലമായിട്ടാണ്. ഇവിടെ നമുക്ക് ഈ 5 സ്റ്റാളുകളിലും നമുക്ക് കാണാൻ സാധിക്കും. ഏറ്റവും ആദ്യം ഈ ഫുഡ് കോർട്ടിലേക്ക് കയറി വരുന്ന സ്ഥലത്തേക്ക് നമ്മളെ സ്വാഗതം ചെയ്യുന്നത് മനോഹരമായ കുളിർമ, അതായത് നമ്മുടെ ഈ ചൂട് കാലത്ത് നമ്മുടെ ശരീരത്തിനും മനസ്സിനുമൊക്കെ കുളിർമയേകുന്ന നല്ല നല്ല ജ്യൂസ് ഐറ്റംസ് ഒക്കെ ആയിട്ടാണ് ഇവിടത്തേക്ക് നമ്മളെ സ്വാഗതം ചെയ്യുന്നത്. വ്യത്യസ്തങ്ങളായ ജ്യൂസ് ഐറ്റംസ് ആണ്. അതിൽ മാങ്ങയുണ്ട്, മുസമ്പിയുണ്ട്, മുന്തിരിയുണ്ട്, പപ്പായുണ്ട്, പൈനാപ്പിൾ ഉണ്ട്, തണ്ണിമത്തനുണ്ട്. അത് കഴിഞ്ഞ് നേരെ നമ്മൾ വരുന്നത് ഈ നമ്മുടെ ഈ എണ്ണക്കടികൾ എന്ന് പറയുന്ന പലഹാരങ്ങളുടെ ഒരു കടയിലേക്കാണ്. അവിടെയാണ് നമുക്ക് വ്യത്യസ്തതരം കാര്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അത് കഴിഞ്ഞ് നേരെ വന്നു കഴിഞ്ഞാൽ മലയാളിയുടെ ഏറ്റവും പ്രിയപ്പെട്ട വിഭവങ്ങളായിട്ടുള്ള കപ്പയും ചമ്മന്തിയും, കപ്പയും മീൻകറിയും ഒക്കെ ഉണ്ട്. ഇവിടെ ഒരു കുടുംബശ്രീയുടെ പ്രായമായ ചേച്ചിയുണ്ട്. എങ്ങനെയുണ്ട് ഈ കപ്പയും മീൻകറിയൊക്കെ? ആളുകൾ ഒരുപാടുണ്ടോ? നന്നായി വാങ്ങിക്കൊണ്ടുണ്ട്. നല്ല മത്തിക്കറി, അയിലക്കറി ഉണ്ട്, പിന്നെ ബീഫ് വരട്ടുണ്ട്, നാടൻ വെപ്പ്, മസാലപ്പൊടികളൊന്നും ചേർക്കാണ്ടുള്ള വെപ്പ്, നമ്മുടെ വെപ്പ്, കപ്പ ബിരിയാണി. ഞാൻ വെജിറ്റേറിയൻ ആയിപ്പോയി, പക്ഷേ ഇത് പറയുമ്പോൾ തന്നെ എൻ്റെ നാവിൽ വെള്ളമൂറുകയാണ്. ഇപ്പൊ ഇത് കഴിഞ്ഞ് നമ്മൾ നേരെ ഇങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ രുചിപ്പുരയാണ്. ഇവിടെ നമുക്ക് പാലടയും പരിപ്പ് പ്രഥമനും ഒക്കെ ആയിട്ട് ഇവിടെ നിരവധി ആളുകളെ, കുട്ടികൾ ഉൾപ്പെടെ പായസം കുടിക്കാൻ വേണ്ടി എത്തിയിട്ടുള്ള ആളുകളുണ്ട്. പിന്നെ അവരിപ്പോൾ ഇവിടെ വാങ്ങാനായിട്ട് ക്യൂ നിൽക്കുകയാണ്. അത് കഴിഞ്ഞ് നേരെ കോഴിക്കോടിൻ്റെ തനത് വിഭവമായ ബിരിയാണി, വ്യത്യസ്തങ്ങളായ ബിരിയാണി ഒക്കെ ആയിട്ട് ഇവിടെ ആളുകൾ ബിരിയാണി വാങ്ങിക്കാനുണ്ട്. ഒരു ചേട്ടൻ ഇവിടെ ബിരിയാണി വാങ്ങിക്കാൻ നിൽക്കുന്നുണ്ട്. എങ്ങനെയുണ്ട്? കഴിക്കാനായി വന്നതാണോ? കഴിക്കാനായി വന്ന. കഴിച്ചില്ല? ഇല്ല. എങ്ങനെയുണ്ട് ഇതൊക്കെ കാണുമ്പോൾ? കുഴപ്പമില്ല. എന്തായാലും ഇദ്ദേഹം കഴിക്കാനിരിക്കുകയാണ്. കഴിക്കുന്ന ആളുകളിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരുപാട് പേരുണ്ട്. അവരോട് തന്നെ നമുക്ക് ചോദിക്കാം. ഒരു കുഞ്ഞുമോളുണ്ട് ഇവിടെ. കുഞ്ഞുമോൾ, എങ്ങനെയുണ്ട് ഇവിടുത്തെ വിഭവങ്ങളുടെ രുചി? ഞാൻ ചിക്കൻ അയച്ച മറ്റേ ബോംബോ, നല്ല ടേസ്റ്റ് ഉണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട്. അതാണ് ഈ കുടുംബശ്രീ സ്റ്റാളുകളുടെ ഒരു പ്രത്യേകത. കുടുംബശ്രീ സ്റ്റാളുകൾക്കപ്പുറം ഇവിടെ ഫിഷറീസിൻ്റെ മനോഹരമായ സ്റ്റാളുകൾ, അതായത് ഈ നമ്മൾ കാണുന്നത്
സീ ഫുഡ് ഐറ്റംസ് ഉള്ള കാര്യങ്ങളുമൊക്കെ ആയിട്ട് ഇവിടെ ഫിഷറീസിൻ്റെ സ്റ്റാളുണ്ട്. ഈ സ്റ്റാളിൽ നേരത്തെ നമ്മൾ വന്ന സമയത്ത് വലിയ തിരക്കായിരുന്നു. ഇപ്പോൾ എല്ലാവരും ഭക്ഷണം കഴിക്കാനായി പോവുകയാണ്. എങ്കിൽ കൂടിയും ഇവിടെ ഫിഷറീസിൻ്റെ സ്റ്റാളിലും നമ്മുടെ ചേച്ചിമാർ അതിൻ്റെ വിഭവങ്ങൾ തയ്യാറാക്കുന്ന ഒരു തിരക്കിലാണ്. പൊതുവെ നമുക്ക് പറയാൻ സാധിക്കുന്നത് ഈ കുടുംബശ്രീയുമായി ബന്ധപ്പെട്ടുള്ള ഒരു വിഭവങ്ങൾ എന്ന് പറയുന്നത് മായമില്ലാത്ത, കലർപ്പില്ലാത്ത, തനത് രുചിയോടുകൂടി നമ്മുടെ വീട്ടമ്മമാർ പ്രത്യേകം തയ്യാറാക്കുന്ന മനോഹരമായ വിഭവങ്ങളാണ്. അതുതന്നെയാണ് എൻ്റെ കേരളം പ്രദർശനത്തിൻ്റെ ഭാഗമായി ഇവിടെ എത്തുന്ന ഓരോ വ്യക്തിക്കും ഈ കോഴിക്കോടിൻ്റെ രുചിപ്പെരുമ ആസ്വദിക്കുന്നതിലൂടെ അവർ അനുഭവ വേദ്യമാക്കുന്നത് ഗുണമേന്മേറിയ ഭക്ഷണ സാധനങ്ങളാണ്. ക്യാമറ പേഴ്സൺ സജി തറയിലിനൊപ്പം റിയാസ് KMR, KeralaVision ന്യൂസ്, കോഴിക്കോട്.